അണുകുടുംബായിട്ട് മാറി. ആരും ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. എല്ലാവർക്കും സർവതന്ത്ര സ്വാതന്ത്ര്യം, അതൊരു ദുരഭിമാന ബോധമായിട്ട് കുടുംബം എടുക്കുന്നു. കലോത്സവം മുതൽ പരീക്ഷ മുതൽ നാട്ടിൽ നടക്കുന്ന ചെറിയ മത്സരങ്ങളിൽ പോലും എന്റെ മകൻ ജയിക്കണം എന്നൊരു അതികഠിനമായ വാശി, ആ സ്പിരിറ്റ് ഈ കുട്ടിയിലേക്ക് ഉത്പാദിപ്പിക്കുന്നു. പരാജയം എന്തോ വലിയ അപകടമാണ്. മഹാത്മാഗാന്ധിയുടെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി, ഗാന്ധി എന്താണ് ജനാധിപത്യം, ഗാന്ധി പറഞ്ഞ ശ്രദ്ധേയമായ കമന്റ് ഉണ്ട്. ഒരു ഓട്ട മത്സരത്തിൽ ഓടി ജയിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് ഓടിയത് കൊണ്ടല്ല ജയിച്ചത്, എന്റെ കൂടെ ഓടാൻ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അയാൾ ഒരു ജനാധിപത്യവാദിയാവും. ഈ ഒരു കൂട്ടായ്മ, സൗഹൃദം, അന്തരീക്ഷം, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവിത സംസ്കാരം, ആ ജീവിത സംസ്കാരത്തെയല്ലേ നാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ എപ്പോഴും നാം ജയിച്ചുകൊണ്ടിരിക്കില്ല. നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന പരിണതപ്രജ്ഞരായ നിയമസഭാ സാമാജികന്മാർ ഉൾപ്പെടെ നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ജീവിതം എടുത്താൽ നാം ജീവിതത്തിൽ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയോ പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ സമചിത്തതയോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന പുതിയ തലമുറയിൽ കാണുന്ന ഈ ഒരു ദുർവാശിയെ തടയുക, അതിൽ ഒരുമിച്ച് നിൽക്കുക അല്ലേ നമ്മൾ വേണ്ടത്. സംസ്കാരത്തിന്റെ ഭാഗമായുള്ളവര് കുട്ടികളെ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവർ ഇത് പറയാൻ എന്താ സംഭവിക്കുന്നത് എന്താ നമ്മൾ പഠിക്കണ്ടേ? അത് SFI, KSU, യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെല്ലാം ഈ സഭയിലല്ലേ? നിങ്ങളുടെ സംഘടനയുടെ പോരായ്മയായിട്ട് നിങ്ങൾ അതിനെ കാണോ? അങ്ങനെയാണോ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോരായ്മയായിട്ടാണോ? ഗവൺമെന്റിന്റെ പോരായ്മയാണോ? ഞാൻ ഉറപ്പിച്ചു പറയാ, പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷക്കാലത്തെ കണക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ കേരളത്തിൽ അഭിമാനകരമായ നിലയിൽ ലഹരി മാഫിയെ ചെറുക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവത്തില് ഞാൻ ചോദിക്കുന്നത്, ഡി ഹണ്ട് എന്ന പേരിൽ എക്സൈസ് ഒരു ഡ്രൈവ് നടത്തി 2786 കേസാ പിടിക്കപ്പെട്ടത്. എല്ലാം തന്നെ രാസലഹരിയാണ്. ഞാനൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിഴവാണോ? AK ആന്റണിയുടെ പിഴവാണോ? നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിമാരുടെ പിഴവാണോ? നിങ്ങൾ അങ്ങനെയാണോ ഈ വിഷയത്തെ കാണുന്നത്? എന്തിനാണ് ഈ വൈരനിര്യാതന ബുദ്ധിയിൽ ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നാം രൂപപ്പെടുത്തിയെടുക്കുന്നത്? നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ലേ? പുതിയ തലമുറയാണോ ഈ വിഷയത്തിൽ യോജിച്ച് നിൽക്കുക? നൽകേണ്ട മെസ്സേജ് അതാണോ? നിർഭാഗ്യകരമായ ഒരു വിലയിരുത്തലായി പോയത്.